ഹലോ, എന്താ വിശേഷം? എന്താ കഥ? സുഖമല്ലേ? ഫഹദ് എന്തിനാ ജാസിയുടെയും മാഷിയുടെയും പിന്നാലെ പോയിരുന്നു? എന്തായിരുന്നു കാര്യം എന്നല്ലേ ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു. എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് ഈ അവസാന നിമിഷം വരെ ഞാൻ ഒരാളോടൊന്നിനും പോയിട്ടില്ല. ഇവർ പറയുന്ന പോലെ ഒരിക്കലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടോ അവരുടെ ഉമ്മാനെ ഉപ്പാനെ അല്ലെങ്കിൽ അവരുടെ ഉമ്മാനെ അവരുടെ ജ്യേഷ്ഠന്മാരെ ഒരിക്കലും ഒന്നിനും പറഞ്ഞില്ല. അവരെല്ലാം തേടി ഇങ്ങോട്ട് വരിക ചെയ്തത്. എന്നോട് വന്നിട്ട് പറഞ്ഞു, ഫാദിക്ക എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ആക്കിയിട്ട് എൻ്റെ അനുജനെന്ന് ഞങ്ങൾക്കൊന്ന് സെറ്റാക്കി കൊണ്ടാ. ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം, പക്ഷെ എന്ത് വന്നാലും നിങ്ങൾ എൻ്റെ കൂടെ വേണം. അവർ പറഞ്ഞത് ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ ട്രോളാട്ടോ. കാരണം ഇതിൽ കുറേ ആൾക്കാർ സാമൂഹ്യ വിരുദ്ധർ, പിന്നെ അവർക്കും ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ എന്നെ തെറി വിളിക്കാനുണ്ടാവും. അന്നേരമൊക്കെ നിങ്ങൾ ഉണ്ടായിരിക്കൊള്ളണം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുണ്ടാവും. അവൻ്റെ ഉമ്മ പറഞ്ഞു, ഫാദേ മോനെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ പോലത്തെ ഒരു ഉമ്മയല്ലേ. ഞാൻ പറഞ്ഞു ഉമ്മ എനിക്കറിയാം, എനിക്കറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ട് നിങ്ങൾ അതേപോലത്തെ ഒരു ഉമ്മ. അതുകൊണ്ടാണ് പറയുന്നത് മോനെ എന്നോട് കരഞ്ഞു പറഞ്ഞു. എന്നോട് ഒരിക്കലും കരയരുത്. കരച്ചിൽ പടച്ചോറും കൊണ്ട് മാത്രം. എനിക്കറിയാം നിങ്ങളെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളതുപോലെ തന്നെ 3 ആൺകുട്ടികളുള്ള ഒരു ഉമ്മാൻ്റെ മോൻ തന്നെ ഞാനും. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് 3 ആൺകുട്ടികളുള്ളത് ശരിയാണ്. ഞാൻ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ട്രൈ ചെയ്യും. ബാക്കിയുള്ളതല്ലേ തവക്കൽത്തു അലല്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയതാണ്. ഈ വീഡിയോസ് കാണട്ടോ, ഈ വീഡിയോസ് ഫുള്ളായിട്ട് കാണത് മൈ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലും അത് അവർ തന്നെ ഇട്ടിട്ടുണ്ട്. അത് ഫുള്ളായിട്ടൊന്ന് കണ്ടാലറിയാം എന്തിനായിരുന്നു ഫഹദ് ഇതൊക്കെ ചെയ്തിരുന്നെന്ന്. ആ ഉമ്മയുടെ കണ്ണുനീരില്ലേ, അതിൻ്റെ വില ഇവർ മനസ്സിലാക്കാതെ ഇവർ പോകില്ല. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കാണുക കേട്ടോ ഫുള്ള്. ഈ ഫഹദ് ഒരു ബൈസെക്ഷൽ ആണ്, അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണെന്ന രീതിയിലാണ് ഇപ്പോൾ ജാസി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കുറെ തെളിവുകളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറയുകയുണ്ടായി. അതിനെന്താ ഉമ്മാക്ക് അങ്ങനെ എന്തെങ്കിലും? നല്ലൊരു മനുഷ്യനാണ്. അവനെ ഇവരെ പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ അവനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പൊ അത് പിന്നെ ഓരോന്ന് ഒരു വീഡിയോ കണ്ടപ്പോ എന്തെങ്കിലും അവനെ ഉണ്ടാക്കുമല്ലോ. അവൻ കുണ്ടനാണ് ഇവൻ കുണ്ടനാണ് നല്ലപോലെ ജീവിച്ചു എന്നൊക്കെ പറയണ്ടല്ലേ. അതിനെ ഇവൻ ഫഹദിനെ പറഞ്ഞിരിക്കും. ഫഹദ് അങ്ങത്താനല്ല, ഫഹദിന്റെ നാട്ടിൽ പോയ അന്വേഷിക്കും. അത് നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ അത് കല്യാണം കഴിച്ചിട്ട് എത്തിങ്കാനും അവരുടെ കുട്ടിയാണ്. അവന്റെ കുടുംബം അവൻ നല്ല നോക്കുന്നുണ്ട്. അവൻ നല്ലൊരു മനുഷ്യനാണ്. അവൻ പറയണ്ടേ എനിക്ക് ഉമ്മാനോട് പോയി ഇതൊന്നും കേട്ടിട്ട് ഒരു ഇതില്ല. എനിക്ക് എന്റെ ഒരു ഉമ്മ ഉണ്ട്, ഉമ്മാന്റെ വിഷമം കണ്ടിട്ടാണ് അതൊക്കെ കേൾക്കുന്നത്. നന്ദിനി പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമമായി ഉമ്മ പറഞ്ഞു. ഞാൻ എന്നെ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നോട് ഫഹദ് അങ്ങനത്തെ ഒരുത്തനല്ലേ അല്ല, നല്ലൊരു മനുഷ്യനാണ് അവൻ. അവനൊക്കെ സംസാരിക്കുക ഡീസന്റ് ആണ്. ഇവനെ അവന്റെ ഉപ്പാക്ക് വിളിച്ചിട്ട് ഒരു 12 മണിക്ക് വിളിച്ച് ആ തന്തനോട് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടോ. ഓഡിയോയിൽ ഇങ്ങനെ പറയണ്ടല്ലോ ഫഹദിന്റെ. പക്ഷെ അതിന്റെ ഉമ്മ പറഞ്ഞത് വേണ്ടിട്ടില്ല. ഫഹദിന്റെ ഇവരെ തെളിവ് നല്ല പറഞ്ഞിരിക്കണം. അത് വെട്ടില്ല. ഫഹദിന്റെ പുറക്കത്തെ വിളിച്ച് ചോദിച്ചപ്പോ അങ്ങനെ അപ്പൊ ഫഹദ് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾ ആരും വിളിച്ചത്? ഇപ്പൊ ജാസിന്ന് ആരോ പണ്ട് ചങ്ങാതി വിളിച്ചടാ, പറയിപ്പാ ഫഹദ് നിങ്ങളെ നോക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഉറക്കത്തില് ഇവൻ എന്തിനാ വിളിച്ചെന്ന് എനിക്ക് ഫഹദ് നോക്കണില്ല. ഞാൻ പറഞ്ഞു ഇവര് പറഞ്ഞിക്കണേ വേണമെന്നിട്ട് പറയിപ്പിച്ചിരിക്കണം ഫഹദ്, നിങ്ങൾ അതിന് പറഞ്ഞോളേ. അപ്പൊ പൈസ എന്തെങ്കിലും വേണം അപ്പാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാറില്ല ഒരു 1.5 ലക്ഷം റുപ്യ പൈസ ചോദിക്കാറില്ല കേട്ടോ ഫഹദ് അവനോട് പറഞ്ഞിരിക്കും. അല്ലാണ്ട് ഫഹദിന്റെ ഇപ്പൊ വേണമെന്നിട്ട് വന്നിട്ടില്ല, വെറുതെ വേണം. അത് ഇവന് കളിക്കാണ്. ഇവര് വേറെ മാറ്റിയിരിക്കണല്ലോ. അവന്റെ അമ്മ പറഞ്ഞൊക്കെ ഇടാൻ പറയും, ഫഹദിന്റെ അമ്മ പറഞ്ഞത് ഇടാൻ പറയും. പക്ഷെ എന്റെ വോയിസ് ഇട്ടില്ലേ അതിന് ഫഹദിന്റെ ഉപ്പാൻ്റെ ഇട്ടതാണ്. എന്റെ വോയിസ് ഇട്ടത് എന്നോട് ചോദിച്ചിട്ടാണ് ഇട്ടത്. ഞാൻ അത് കൊടുക്കൂട്ടോളി മറ്റാ കൊടുത്തോ, ഒരാൾ അറിയട്ടെ. എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. എനിക്കിപ്പോ പുറം ലോകം അറിയാത്താണ്. അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇവര് ഫസ്റ്റത്തെ വരെ പ്രണയം തുടങ്ങണ പാടും എന്റെ വലിയ മോനിക്ക് വിളിച്ചിട്ട്, അപ്പൊ എന്നെ വിളിക്കാനേ പോണില്ലല്ലോ. വിളിച്ചിട്ട് വലിയ മോനോട് പറഞ്ഞു, സുജിക്ക എനിക്ക് ആശിനെ വിട്ടു തരണം, എന്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് ഞാൻ എഴുതിത്തരാം, എനിക്ക് ആശിനെ വിട്ടുതരണം. അപ്പൊ സുജി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സ്വത്തും വേണം മുതലും വേണം, എനിക്ക് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ വേണം, എനിക്ക് എന്റെ മുതൽ വേണം. സ്വത്ത് മുഴുവൻ ഞങ്ങൾക്ക് എഴുതി തരാം, ആശിനെ മാത്രം മതി, ആശിനെ വിട്ട് എനിക്ക് പിരിയാൻ പറ്റൂല, അത്ര പ്രണയമാണ്. മോനോട് പറഞ്ഞത് പറ്റില്ല, വരുമോ കൊടുക്കും അങ്ങനെ. ഞാൻ പറഞ്ഞു ഒന്നിനെ കുഴിക്ക് കൊടുത്താലും ഒന്നിനെ മറ്റൊരു കൊടുക്കൂല. ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കൊടുക്കും. ഇതൊരു പെണ്ണല്ലല്ലോ, ഒരു ആണും പെണ്ണും കെട്ടാനോട് ജീവിക്കാൻ പറ്റുമോ? പക്ഷെ അവന്റെ അമ്മ നല്ല സപ്പോർട്ടാണ്. പോകുമ്പോ ബിരിയാണി ആയിട്ട് എന്തൊരു ഇഷ്ടമാണ്, എന്നെക്കാട്ട് ഇഷ്ടമാണ് ജാസിന്റെ മോനെ. എനിക്ക് ഉമ്മ കഴിയുമ്പോൾ എനിക്ക് സങ്കടമാവും, എന്നോട് പറയുന്നു. അപ്പൊ ഞാൻ കഴിയുമ്പോൾ എനിക്ക് സങ്കടമല്ലേ വെച്ചു. എനിക്ക് അതുണ്ട്. അപ്പൊ നീ എന്താ ഉദ്ദേശിക്കണം വെച്ചു. ഞാൻ വരും ഏത് കാലത്ത് വരും. 3 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന കോലാണ് പോയത്. 11 മാസമായി. സെപ്റ്റംബറിൽ വന്നാണ്. 11 മാസമായി. വന്നിട്ട് ഒരു 5 ദിവസം നിന്നുള്ളൂ. ഈ 5 ദിവസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം മോനെ പല കബർച്ചയാത്രനൊന്ന് പോയിട്ട് പോവാം, നീ മരിച്ചിട്ട് പോയതല്ലോ. അപ്പൊ പോയില്ല. അതിനും നേരല്ല, എനിക്ക് വാസിൻ്റെ അടുത്ത് എത്തണം. അങ്ങനെയുള്ളവന് ഇവിടെ 10 ദിവസം തൊട്ട് വാസി പിടിച്ചാൽ പാസ്പോർട്ട് വാങ്ങിട്ട് പോയിക്കൂടെ? എനിക്ക് അതിനും നേരല്ലേ. പാസ്പോർട്ട് കൊടുത്ത് ഫോണൊന്നും ഇട്ടിട്ടില്ല. ഫോണും പേഴ്സും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ബസ്സിന് അങ്ങോട്ട് കൊടുക്കണം പൈസ. പിന്നെ ഇവരത്തെ വിടുന്നതാണ്. ഈ ചെറുപ്പകാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു
വേറൊരു തരം ഉമ്മയോട് എനിക്ക് ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കേട്ടോ നമ്മൾ ആ രീതി. അതായത് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഹാബിറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? ഇവിടുന്ന് എനിക്ക് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. പെൺകുട്ടികളെ നോക്കും ചോദിക്കും, പെൺകുട്ടികളെ അത് പിന്നെ അതൊക്കെ ഏതൊരു കല്യാണം കൂടി പോയ കേട്ടാൽ ഇതിന്റെ പെങ്ങന്മാരത്തൊക്കെ ഒന്ന് പണ്ടി വെച്ചെടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറയും ആ കുട്ടികൾ അങ്ങനെ നോക്കി, ഈ കുട്ടി ഇങ്ങനെ നോക്കി. ഇപ്പൊ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ആഷിക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ആഷിക്കാനെ കെട്ടാൻ പറഞ്ഞോ? ആ ഈ അടുത്ത് പറഞ്ഞു, ഈ ഇടക്ക് പറഞ്ഞു. അവൾക്ക് അവനക്കറിയത് അവിടെ പേര് ഞാൻ പറയാൻ താല്പര്യമില്ല, പക്ഷെ ആ കുട്ടീനെ വിളിച്ച് സംസാരിച്ചൊക്കെ ചെയ്തു. എന്താ കുട്ടി എന്താ വിളിച്ചു പറഞ്ഞേ? ആഷിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ആഷിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഈ ഒരു പ്രദേശത്ത് ലോകങ്ങളുടെ കുട്ടിയാണ്. താല്പര്യമില്ല. ആ കുട്ടി പറഞ്ഞു ആഷിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, താല്പര്യമാണ്, ആഷിക്ക് എല്ലാം ഉപേക്ഷിച്ചത്. ഞാൻ പറഞ്ഞു മോളെ നീ നിന്റെ ജീവിതം പാഴാക്കണ്ട, ആഷിക്ക് ഇങ്ങനത്തെ കുഴപ്പത്തിൽ കിടക്കുന്നു. ഞാൻ എല്ലാം കണ്ടു, ഞാൻ റീൽസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായതാണ്. എനിക്ക് എല്ലാം ആഷിക്ക് എല്ലാം ഒഴിവാക്കി വന്നാൽ ഞാൻ കെട്ടാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ടോ വരുന്നു ഇങ്ങനത്തെ അവസ്ഥയെ കിടക്കുന്നു. ആഷിക്ക വരികയാണെങ്കിൽ ഞാൻ കിട്ടും, എനിക്ക് ആഷിക്കാൻ ഇഷ്ടമാണോ? അവനക്കറിയത് അവനോടെ കണ്ടിട്ടുണ്ട് ആഷിക്കാൻ ഇഷ്ടമാണോ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട മോളെ, നിങ്ങളും ഞങ്ങൾ ഒന്നുകൊണ്ട് യോജിക്കൂല, ഇതെല്ലാം ഈ പാർട്ടിക്കാരാണ്, ഒന്നുകൊണ്ട് ഞങ്ങൾ യോജിക്കൂല. നിങ്ങൾ ഇങ്ങനെ വാടക വീട്ടുകാരാണ്, ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്. പിന്നെ ആഷിക്കിന്റെ ഇങ്ങനത്തെ, പക്ഷെ ആഷിക്ക് ഇങ്ങനെയൊന്നും ഇല്ല, നല്ലൊരു ആൺകുട്ടിയാണ്, ശരി നിങ്ങൾ എടുത്തോളം വേണ്ടി ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ ഒരു കൊണ്ടാൻ വേണ്ടി കിടക്കുമ്പോൾ ഒരു രക്ഷിതാക്കളും സമ്മതിക്കൂല. നിങ്ങളെ വളർത്തിണ്ടാക്കി ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കണം, നല്ല നിലക്ക് ഏൽപ്പിക്കണം, നിന്റെ തന്തയും നല്ല ചിന്തിക്കണം. അത് കാരണം മോൾ ആ ബന്ധം കണ്ട് ഒഴിവാ വിട്ടാളെ. എനിക്ക് ഇങ്ങനെ നല്ല ഇഷ്ടമാണ് ആഷിക്കാനെ. ഒരു ഉമ്മാനോട് വിളിച്ചൊരു കുട്ടി പറഞ്ഞു, അവനിക്കറിയാം, അവനോട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമാണ്. ഇവരിങ്ങനെ മൊബൈലിലൊക്കെ അത് ഇങ്ങനെ ആ പെൺകുട്ടി സംസാരിച്ച കാര്യം ആശയോട് സംസാരിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്താ ആശയുടെ മറുപടി? അപ്പൊ എന്താണ് ആശയുടെ മറുപടി? ഇനിയിപ്പോ എന്താണ്, എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്, ഇത് വിടാൻ പറ്റണ്ട. എങ്ങനെ എനിക്കിഷ്ടമാണ്. ഇനിയിപ്പോ ഇതിപ്പോ എന്താ കട്ടപ്പീസ് തലയെ കുടുങ്ങിക്കല്ലേ, ഇതിന് രക്ഷപ്പെടണം. ഇപ്പൊ സത്യസന്ധമായിട്ട് ചോദിച്ചാൽ ആശയ്ക്ക് അതിൽ നിന്നൊന്ന് മുക്തമായി ഒന്ന് പുറത്തോട്ട് വരണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വരണം. പക്ഷെ എന്റെ മനസ്സ് പിന്നെ അങ്ങോട്ട് പോകണം. എങ്കിലും വന്നാലും എന്റെ മനസ്സ് അങ്ങോട്ട് പോകണം. അപ്പൊ അതിന് നമ്മൾ കൊടുന്നിട്ടല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സെന്താണെന്ന് അറിയാനും. അത്ര ആത്മബന്ധമായതുകൊണ്ടായിരിക്കും. പക്ഷെ ഇവന് ഒരിക്കൽ വാപ്പ വയ്യാണ്ട് വന്നപ്പോ ഈ പ്രശ്നങ്ങൾ തുടക്കും. അപ്പൊ എനിക്കാന്ന് അറിയില്ല, ഇവര് കൗൺസിലിംഗ് ഹിപ്നോട്ടിസ് ചെയ്യാൻ കൊണ്ടുപോയി. കൗൺസിലിംഗിന് കൊണ്ടുപോയി. ഹിപ്നോട്ടിസ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് അവിടുന്ന് അവിടെ സംസാരിച്ചപ്പോ ആ ഡോക്ടറിനോട് സംസാരിച്ചപ്പോ എന്നെങ്ങനെ കൊണ്ടുപോകാൻ പോകേണ്ടത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞ അതിനെക്കാട്ടി വലുത് നമ്മളിപ്പോ ഇവിടെ ചെയ്തിട്ട് ഇപ്പൊ എന്താണ്, അതൊന്നും നീ കാര്യം കണ്ട പോയിക്കോണ്ട് ഇവ അവിടുന്ന് മെസ്സേജ് അയച്ചിരിക്കുക പോയിക്കോണ്ട്. റൂമിൽ പോയപ്പോ മോനാണ് പോയത്, വലിയ മോനെ പോയത്. അപ്പൊ ഫോൺ എന്റെ കയ്യിലില്ലേ, അപ്പൊ മെസ്സേജ് നോക്കിയപ്പോ കണ്ടതാണ്. നീ ഒന്നും വിട്ട് പറയണ്ട, അങ്ങനെ എന്താണ് ഇത്ര വലിയ വാപ്പ പറഞ്ഞിട്ട് എമ്മി പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല, എന്നിട്ട് ഇത്ര ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ കേൾക്കുന്നു പറഞ്ഞ പ്രാശിക്ക്. എന്നിട്ട് അവിടെ പറഞ്ഞ ഡോക്ടർ പറയാ നിങ്ങൾ കൊടുക്കുന്നതിനെക്കാട്ടും കെയർ അവർ കൊടുക്കുന്നുണ്ട്, അതാണ് അവൻ അതിൽ പെട്ട് കിടക്കുന്നത്. സ്നേഹം, എന്ത് സ്നേഹം, എന്നും അടിമക്കണം, എന്തൊരു അടിമക്കണം. ഇവര് ഞാൻ ഇവിടുന്ന് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാണ്ടിരിക്കൂല. അപ്പൊ എനിക്കറിയും അവിടെ പ്രശ്നമൊന്നും. അപ്പൊ ഞാൻ ഈ കൂട്ടുകാരനെ വിളിക്കും, എൻ്റെ മോനെ അവിടെ, അപ്പൊ അവിടെ ഭയങ്കര അടിമക്കണമെന്ന് പറയും. 4-ആളായിരുന്നു ഇവര് കൂട്ടുകാർ, ഒരു റൂമിൽ 4 ആളായിരുന്നു. ഇവര് 3 പേരായിരുന്നു. അവര് നല്ല ഫ്രണ്ടാണ്, എല്ലാം ഷെയർ ചെയ്യുന്ന ആൾക്കാർ. ഇവൻ എന്ന് ഇവരുടെ കൂടെ കൂടി ആ 2 ചെക്കന്മാരെ പിരിപ്പിച്ച് ഇവർ 2 ഒറ്റക്ക് റൂമിലായി. അപ്പൊ ഇവരുടെ കാര്യങ്ങളായില്ലേ, അങ്ങനെ ആക്കിയിട്ട് 2 പേര് പിരിപ്പിച്ച്. എന്നും അടിമക്കണം. ഇവനിക്കൊരു സ്വഭാവം ഉണ്ട്, തിന്നാൻ കൊടുക്കൂല. നോക്കി തിന്നു. ഇതൊക്കെ ഇവ എന്നോട് പറഞ്ഞതല്ല, എന്നോട് പറയില്ല, ഞാൻ അമ്മല്ലേ. ഇവന്റെ കൂട്ടുകാരികളോടും പെങ്ങന്മാരോടൊക്കെ വിളിച്ചു ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ട്. ഇവന് ഏറ്റവും അധികം ഷെയർ ചെയ്യുന്ന ആരോട് ആവരിനോട് പറഞ്ഞു. അല്ല എങ്കിൽ എന്റെ ഒരു സംശയമായിട്ട് ഞാൻ ചോദിക്കട്ടെ, അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജാസി അവിടെ പിടിച്ചു നിൽക്കുന്നത്? ആശി അവിടെ എന്തിനാണ് ജാസിയോട് പിടിച്ചു നിൽക്കുന്നത്? എന്റെ ചോദ്യം അതാണ്, എന്തിനാണ് പിടിച്ചു നിൽക്കുന്നത്? നീ ഇടുവാ, നിന്റെ മോൻ നല്ല വലുത് പറഞ്ഞു, എന്തിനാ നമുക്ക് മുഖമൊക്കെ നോക്ക് വല്ലാണ്ടുണ്ടല്ലേ, ഒരു സ്വയബോധമുള്ള മുഖമല്ല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ സ്വയബോധം ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡ്രഗ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളൊന്നുമല്ലല്ലോ. ഉണ്ട് എന്നൊക്കെ പറയണത് നമുക്കറിയില്ല, ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. ഇവിടുന്ന് പോകണമെന്നും ഉണ്ടായിരുന്നില്ല. ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന ആളാണോ? അല്ല, അതായിരിക്കും, മനസ്സൊന്നും തണുക്കണ്ടവർക്ക് ആയിരിക്കും. ഇവന് ഒരു പരിപാടിക്ക് പോകും, ഇവര് എന്തൊരു പരിപാടിക്ക് പോലും വന്ന റൂമിൽ അടിമക്കണം. അതെന്താ പറഞ്ഞാൽ ഇവനിക്ക് എല്ലാവരും കയറി മറിയാം, പിടിക്കുകയൊക്കെ ചെയ്യും. ജാസി അവൻ പെണ്ണാണല്ലോ, ഇവൻ ആരോടും ഉണ്ടമ്പന്റെ വാലിൽ പിടിച്ചിങ്ങനെ പോണം. കണ്ടിട്ടില്ലേ നിങ്ങൾ എല്ലാവരും? ഇവനാണ് അവിടെ തീരുമാനിക്കുക ഫാദ് ചെയ്തത് തെറ്റാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇതാണ് നാട്ടുകാർക്ക് വിട്ടുതന്നിക്കാണിത്. കാരണം കാണികൾക്ക്, നമ്മളെ ഫോളോവേഴ്സിന്, വ്യൂവേഴ്സിന് അവർക്ക് വിട്ടുതന്നിക്കാണിത്. ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറ.